ഡിങ്കോയിസം കേട്ടിട്ടില്ലേ? ഡിങ്കോയിസം. തീർച്ചയായിട്ടും ആ, ഡിങ്കിനെ ആരാധിക്കുക. ഡിങ്കിനെ ആരാധിക്കുന്നവർ. അവരുടെ മൂർത്തി എന്ന് പറയുന്നത് അവർ എല്ലാവരും ഇപ്പൊ എന്തിനാ എല്ലാവരും കാവ്യ വസ്ത്രം ഇടുന്നത്? അവർ പറയുന്നത് നിങ്ങൾ കളർഫുൾ ആയിട്ടുള്ള ജെട്ടി ഇടണം പറഞ്ഞൂടെ? അത് പാന്റിന്റെ അതിൽ മിനിമം നിങ്ങൾ പൂജ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? മിനിമം ഇത്ര ബോർഡ് ഗെയിംസ് പഠിക്കണം. അങ്ങനെയൊക്കെ ആയിക്കൂടെ? ഇപ്പൊ നിങ്ങൾ എന്തിനാ ഈ ശർക്കര പായസം മാത്രം കൊടുക്കുന്ന? കൊക്കക്കോളയും പിസയും കൊടുത്തൂടെ അമ്പലത്തില്? ഹൂ കൻ സേ നോ? അന്നുണ്ടായിരുന്ന ഭക്ഷണമാണ് അവർ കൊടുത്തത്, അന്നുണ്ടായിരുന്ന ഏറ്റവും ഇഷ്ട ഭക്ഷണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാറ്റാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളുടെ സങ്കല്പമാണ്. അവിടെ പോണോ വേണ്ടോ നിങ്ങൾ തീരുമാനിച്ചോളൂ. അല്ല, നമ്മൾ മഞ്ചൊക്കെ പ്രസാദമായിട്ട് കൊടുക്കുന്ന അമ്പലങ്ങളുണ്ടല്ലോ. ഓ ഉണ്ട്. മഞ്ചൂരിയ അല്ല, മഞ്ച് അല്ല, മഞ്ചൂരിയ കട്ട്ലറ്റ്. അത് കേട്ടില്ലേ? പണ്ടൊരു നമ്മുടെ ആളുടെ പേര് പറയുന്നില്ല, ഒരു ഹിന്ദു ആയിരിക്കുന്ന സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന ഒരു നേതാവ്. ആ നേതാവിൻ്റെ കൂടെ ഒരു മുസ്ലിമും കൂടി പോയി. അയാൾ പറഞ്ഞു, ആരോട് പറയരുത് ഞാൻ മുസ്ലിമാണ്, പക്ഷെ വേഷം ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം പോയിട്ടെന്ന് വെച്ചാൽ മകൻ്റെ പേര് പറഞ്ഞിട്ട് പിന്നെ പാൽപ്പായസം എന്ന് പറയുമല്ലോ അല്ലേ? ഇപ്പം എൻ്റെ ശശി പാൽപ്പായസം, ഗോവിന്ദൻകുട്ടി ശർക്കര പായസം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇദ്ദേഹം എന്ത് പറഞ്ഞാൽ അബൂബക്കർ ചിക്കൻ ബിരിയാണി. ഇയാളുടെ വിചാരം ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പറയാതുള്ള അതുപോലെ ആയിക്കൂടെ?